Once again, good morning, all of you. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമായിരുന്നു. അതിൽ ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഇന്നലെ നമ്മൾ പറഞ്ഞ സമയത്ത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ക്യാഷ് ഫ്ലോ അഥവാ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വരുന്നുണ്ട്. അതുപോലെ ഫിനാൻസിങ് ഉണ്ട്. അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. ഫസ്റ്റ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഞാൻ പറഞ്ഞു 3 തരത്തിലാണ് മെയിനായിട്ട് ക്യാഷ് ഫ്ലോ നമ്മൾ തരംതിരിക്കുന്നത്. അതിൽ ഒന്ന് ഓപ്പറേറ്റിംഗ്, മറ്റൊന്ന് ഇൻവെസ്റ്റിംഗ്, മറ്റൊന്ന് ഫിനാൻസിങ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദി എൻ്റർപ്രൈസസ്. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും കൂടുതൽ റവന്യൂ ഏൺ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ്. ഓപ്പറേഷൻസ്, അതായത് ഏതൊരു ബിസിനസ് സ്ഥാപനവും എന്താണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുക, അല്ലേ? ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ട്രേഡാണ് ഓപ്പറേഷൻസ്. ഇനി മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ നിർമ്മാണമാണ് അവിടെ ഓപ്പറേഷൻസ്. ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഡിറൈവ് ചെയ്യുന്ന റവന്യൂ, അതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ പറയുന്നത്. ദീസ് ഇൻവോൾവ് പ്രൊഡ്യൂസിങ് ഓർ അക്വയറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെല്ലിങ് ദം. അതായത് ഒരു വസ്തു നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ അത് കരസ്ഥമാക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും അതിലൂടെ എല്ലാം ലഭിക്കുന്നത് അതിൽ ഉൾക്കൊള്ളും. ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഓപ്പറേഷൻസ്. നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസ് എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അത്തരത്തിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ വരുന്ന ഇൻഫ്ലോയെ നമ്മൾ ഓപ്പറേറ്റിംഗ് ഇൻഫ്ലോ എന്നും, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ക്യാഷിനെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് നമ്മൾ വിളിക്കുന്നു. അതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന 2 ഐറ്റംസ് ആണ്. ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. അതെല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഏതിൽ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലുണ്ട് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ. ഫിനാൻസിങ് ആക്ടിവിറ്റീസിലുണ്ട് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിലും ഉണ്ട് എന്ത്? ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും. ഇവിടെ പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതിൽ ക്യാഷ് ഇൻഫ്ലോസ് ഏതൊക്കെ രീതിയിൽ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫ്ലോസ് അഥവാ ബിസിനസ്സിലേക്ക് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരുമാനങ്ങൾ വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ, ക്യാഷ് സെയിൽസ്. നമ്മൾ വിൽപ്പന നടത്തുമ്പം അതിൽ നിന്ന് ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. ദെൻ മറ്റൊന്ന്, ക്യാഷ് റെസീപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ റെൻഡറിങ് സർവീസസ്. അതായത് ഡെപ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ക്യാഷ് കിട്ടുക, അവർക്ക് നൽകിയ ഗുഡ്സിന് അത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സേവനം നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ക്യാഷ് എന്താണ്? ഇൻഫ്ലോ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ക്യാഷ് റെസിപ്റ്റ്സ് ഫ്രം റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ ആൻഡ് അതർ റവന്യൂസ്. ഈ പറയപ്പെട്ട ഐറ്റംസ് എല്ലാം എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻഫ്ലോ ആണ്. ദെൻ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് റീഫണ്ട് ഉണ്ടെങ്കിൽ അതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ഇൻഫ്ലോ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ക്യാഷ് പർച്ചേസ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സപ്ലയേഴ്സിന് ക്യാഷ് കൊടുക്കണം, അത് ഔട്ട്ഫ്ലോ ആണ്, അതാണ് ക്യാഷ് പർച്ചേസ്. ദെൻ ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, അത് നമ്മൾ സാധനം വാങ്ങുന്ന ആ രീതി തന്നെയാണ് ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്. സപ്ലയേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് പേയ്മെൻറ്റ് നടത്തണം. ക്രെഡിറ്റേഴ്സ് ഓർ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് നമുക്ക് വല്ല സാധനങ്ങളോ സേവനങ്ങളോ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? ബിസിനസ്സിൽ നിന്ന് പുറത്തേക്കാണ് ഫ്ലോ ഉണ്ടാകുന്നത്, അതാണ് ഔട്ട്ഫ്ലോ. ദെൻ പേയ്മെൻറ്റ്സ് ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അഥവാ നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വേജസ്, സാലറി, റെൻറ്റ്, ഇൻഷുറൻസ് തുടങ്ങിയവ നമ്മൾ നൽകുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഔട്ട്ഫ്ലോസ് ആണ്. ദെൻ ക്യാഷ് പേയ്മെൻറ്റ് ടു ഗവൺമെൻറ് ഫോർ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്. ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടക്കുന്ന എമൗണ്ട് എല്ലാം എന്താണ്? ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ്. അതിനെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്യാഷ് ഫ്ലോയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. എന്താണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിലുള്ള ഒരു പണം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് വരുമാനം കിട്ടും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ചില ചിലവും വരുന്നുണ്ട്. ഇവ രണ്ടും ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയുമായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഇൻവോൾവ്സ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് ആ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പർച്ചേസ് ആൻഡ്
സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, സെയിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ് വരുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇൻ സെക്യൂരിറ്റീസ്, അതായത് ഷെയർ, ഡിബഞ്ചർ, ഇതിലൊക്കെ ബിസിനസ്സിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് പുറമേയുള്ള ഷെയറിലോ സെക്യൂരിറ്റിയിലോ ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. Then, in short, the activities relating to acquisition and disposal of fixed asset and investment. അതായത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ദ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു അക്വിസിഷൻ, അഥവാ നമ്മൾ കരസ്ഥമാക്കുക, ആൻഡ് ഡിസ്പോസൽ, അത് മറ്റുള്ളവർക്ക് വിറ്റ് ഒഴിവാക്കുന്ന ആ ഒരു പ്രവൃത്തി. ഇതിന് രണ്ടിനെ നമ്മൾ എന്ത് പറയും? ആക്ടിവിറ്റീസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയും. അതിൽ നിന്നുള്ള ഇൻഫ്ലോ ആണെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയും. ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന്, അത് ഔട്ട്ഫ്ലോ ആണെങ്കിൽ നമ്മൾ അതിനെയും സൂചിപ്പിക്കും. ചുവടെ നൽകിയിട്ടുണ്ട് ചില എക്സാമ്പിൾസ്. ക്യാഷ് ഇൻഫ്ലോസിൽ ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിളോ അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് വിൽപ്പന നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്. ദെൻ ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് ആസ് ഷെയർ, ഡിബഞ്ചർ എക്സെട്ര. ഷെയറോ ഡിബഞ്ചറൊക്കെ വിൽപ്പന നടത്തുമ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് ഇൻഫ്ലോ ആണ്. ദെൻ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഡിവിഡൻഡ് തുടങ്ങിയവ നമുക്ക് ഇൻഫ്ലോ ആണ്. ദെൻ ക്യാഷ് കളക്ഷൻ ഓഫ് ലോൺസ് ഫ്രം ബോറോവേഴ്സ്, കടമെടുത്ത ആളുകളുടെ ഇടയിൽ നിന്ന് പണം തിരിച്ച് വാങ്ങുന്നത് എന്താണ്? ഒരു ഇൻഫ്ലോ ആണ്. ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ 3 ഐറ്റംസ് നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ക്യാഷ് പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് സംഭവിക്കുന്നത്. ദെൻ ക്യാഷ് പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റീസ് വാങ്ങാനും നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ദെൻ ലോൺസ് ഗിവൺ ടു ബോറോവേഴ്സ്, ബോറോവേഴ്സിന് പണം കടം കൊടുക്കുന്ന സമയത്ത് ബിസിനസ്സിൽ നിന്ന് പണം ഔട്ട്ഫ്ലോ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഐറ്റംസ് നമ്മൾ ഓർത്ത് വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഐറ്റംസിൻ്റെ എല്ലാം ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓർത്ത് വെക്കുക. ദെൻ മൂന്നാമത്തെ ഐറ്റമാണ് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഫിനാൻസിങ്ങായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് ചുവടെ നൽകിയത്. ദ ആക്ടിവിറ്റീസ് വിച്ച് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അത് ഔട്ട്സൈഡേഴ്സിൻ്റെ ഉപയോഗിക്കണോ ഷെയർ ഹോൾഡേഴ്സിൻ്റേത് ഉപയോഗിക്കണോ എന്നുള്ള ഡിസിഷനാണ് നമ്മുടെ ഈ ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് വരാറ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. ആൻഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്. ആക്ടിവിറ്റീസ് വിച്ച് കോസസ് ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള ചേഞ്ചസിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുക. അതിൽ നിന്ന് ഇൻഫ്ലോ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഫിനാൻസിങ് ക്യാഷ് ഇൻഫ്ലോ എന്നും അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ ഒരു ബിസിനസ്സിൻ്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ അതിൽ ഓണേഴ്സ് ഇക്വിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ടും വരുന്നുണ്ട്. അവ തമ്മിലുള്ളൊരു അനുപാതം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ മെയിനായിട്ട് വരാറ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ചുവടെ നൽകിയിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് പ്രൊസീഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. ദെൻ ക്യാഷ് പ്രൊസീഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ബോണ്ട് എക്സെട്ര. ബോണ്ട്, ഡിബഞ്ചർ തുടങ്ങിയ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്. ദെൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ബോറോവിങ്സ്, ലോൺ ബോറോ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിലേക്കുള്ള ഇൻഫ്ലോ ആയിട്ട് കാണിക്കാവുന്നതാണ്. ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കണം. അപ്പം ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ബോണ്ട് എക്സെട്ര. ഈ പറയപ്പെട്ട ഡിബഞ്ചർ റിഡംഷൻ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ബിസിനസ്സിൽ നിന്ന് പണം പുറത്തേക്കാണ്, അതായത് ഔട്ട്ഫ്ലോ ആണ്. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോഴും ഇതേപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് പണം പുറത്തേക്കാണ് പോകുന്നത്. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസ്. ഈ പറയപ്പെട്ട ഐറ്റംസും എന്താണ്? ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ 3 രീതികൾ ഇപ്പോൾ ഇവിടെ പഠിച്ചു. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ബേസിലാണ് എല്ലാ പ്രോബ്ലംസും വരുന്നത്. അപ്പോൾ ഈ ഒരു 3 രീതികൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു എക്സാമ്പിളിലൂടെ നമ്മളിത് പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. കുറച്ച് ഐറ്റംസ് നൽകിയിട്ടുണ്ട്.
ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്ക് ബാലൻസ്, ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർ, വേജസ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്, ക്യാഷ് സെയിൽസ്, സെയിൽ ഓഫ് മെഷീനറി, സെയിൽ ഓഫ് പാറ്റൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇൻകം ടാക്സ് പെയ്ഡ്, റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോൺസ്, ദെൻ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കുറച്ച് ഐറ്റംസ് അവിടെ നൽകിയിട്ടുണ്ട്. ഇത് കാറ്റഗറൈസ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. എങ്ങനെ? ഇപ്പോൾ നമ്മൾ പഠിച്ചു 3 ഐറ്റംസ്. എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പഠിച്ചു, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി പഠിച്ചു, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് പഠിച്ചു. ഇതിൻ്റെ 3ൻ്റെയും അണ്ടറിലേക്ക് ഈ ഓരോരോ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോന്നിൽ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്ത് എഴുതാനാണ്. ഇപ്പോൾ ശ്രദ്ധിക്കാം, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്ക് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അല്ലേ ഇത് ബാധിക്കുന്നത്? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലേ, നമ്മൾ അവസാനം പഠിച്ചിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ് അല്ലേ. ദെൻ ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നതായതുകൊണ്ട് അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് വിൽപ്പന നടത്താൻ അതിൻ്റെ അർത്ഥം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ നമുക്ക് ചെയ്താൽ. ദെൻ ബാങ്ക് ബാലൻസ് എന്തിലാണ് വരിക? ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആണോ, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആണോ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ആണോ? ഈ 3 അണ്ടറിലും വരില്ല. കാരണം എന്താ? ക്യാഷ് അതുപോലെ ബാങ്ക് ബാലൻസ് ഇതൊക്കെ എന്താണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്നുള്ള അണ്ടറിൽ നമ്മൾ വേറെ തന്നെ നൽകുന്നതാണ്. ഈ 3 ഹെഡിൻ്റെ പുറമെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഐറ്റംസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിലാണ് ക്യാഷും ബാങ്കൊക്കെ വരിക. പിന്നെ അടുത്തത് ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ തിരിച്ചു വാങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻസിങ് സ്ട്രക്ചറിൽ വന്ന മാറ്റമാണ്. അപ്പോൾ അത് ഫിനാൻസിൻ്റെ അണ്ടറിൽ എഴുതാം. വേജസ് ആൻഡ് ഓഫീസ് എക്സ്പെൻസ് ഏതിലായിരിക്കും? ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലേ. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് നമ്മുടെ ഈ ഒരു ഏതിലാണ് വരിക? ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് നടത്തി നമ്മൾ നേരത്തെ എക്സാമ്പിൾ പഠിച്ചു. ആ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ ഈ ഒരു ശ്രദ്ധിക്കുക, റീപേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ഓക്കെ, ക്യാഷ് ഔട്ട് ഫ്ലോ ആയിട്ട് കണ്ടില്ലേ? ഏതിലായിരുന്നു? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിലായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുക, അതിൽ തന്നെ കാണിക്കുക ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ. അവിടെ ഫിനാൻസിങ് ആക്ടിവിറ്റി. ദെൻ ക്യാഷ് സെയിൽസ് എന്താണ്? ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ദെൻ സെയിൽ ഓഫ് മെഷീനറി നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ എഴുതുക. ദെൻ സെയിൽ ഓഫ് പാറ്റൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോണ് ആകുമ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്നതാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടാവും, കിട്ടേണ്ടതാണ്. കാരണം നമ്മൾ എക്സാമ്പിൾ മുമ്പ് പഠിച്ചല്ലോ, എക്സാമ്പിൾസിൽ വരുന്നുണ്ടോ ഇല്ല എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ഇതുപോലെ എഴുതുക. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ താഴെ ഇൻകം ടാക്സ് പെയ്ഡ്, വേജസ് ആൻഡ് ഓഫീസ് എക്സ്പെൻസ് വരുന്നുണ്ട്, അതുപോലെ ക്യാഷ് സെയിൽസും വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ സെയിൽ ഓഫ് മെഷീനറി വരുന്നുണ്ട്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, സെയിൽ ഓഫ് പാറ്റൻറ്റ് വരുന്നുണ്ട്, റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർ, റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോൺ, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് വരുന്നുണ്ട്. ദെൻ 2 ഐറ്റംസും കൂടെ ഉണ്ട്. അതാണ് ബാങ്ക് ബാലൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആർ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. നമ്മൾ നേരത്തെ ആൻസർ എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിലാണ് പരിഗണിച്ചിരുന്നത്. ഇവിടെ ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു 3 ഭാഗങ്ങളിൽ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത്. ഈ എക്സാമ്പിൾ കൂടി വരുന്ന സമയത്ത് നിങ്ങളത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാണ് മെയിനായിട്ട് വേണ്ടത്. ഏത്? നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു, അതിൽ വരുന്ന ഐറ്റംസ് എല്ലാം പഠിച്ചു. ഇനി ചില ഐറ്റംസ് ആഡ് ചെയ്യാനും ചില ഐറ്റംസ് ലെസ് ചെയ്യാനും മാത്രമേ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടതുള്ളൂ. ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ ലെസ് ചെയ്യണം എന്നുള്ളതും അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക, നോട്ട് എഴുതുക.
അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് വീണ്ടും കാണാം.